2026 ഈ പുണ്യദിനത്തിനായി തയ്യാറെടുക്കുന്ന മലയാളികൾക്കായി ഈ പൂജയുടെ സത്തയും രീതികളും താഴെ പറയുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കാം. മഹാശിവരാത്രി പ്രഹരപൂജ, വഴിപാടുകളും പ്രാധാന്യവും. ശിവരാത്രിയെ 4 തിരിച്ച് പ്രഹരങ്ങൾ എന്നടത്തുന്ന ആരാധനയാണ് പ്രഹരപൂജ. ഓരോ പ്രഹരത്തിലും പ്രത്യേക ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതുവഴി മനസ്സിനും ശരീരത്തിനും ആത്മീയമായ ഉണർവ് ലഭിക്കുന്നു. 4 പ്രഹരങ്ങളിലെ പൂജാക്രമം: പ്രഹരം, സമയം, ഏകദേശ കണക്ക്, അഭിഷേകദ്രവ്യം, ഗുണഫലം. 1-ാം പ്രഹരം വൈകുന്നേരം 6:23 മുതൽ 9:32 വരെ. ജലം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണം. 2-ാം പ്രഹരം രാത്രി 9:32 മുതൽ 12:41 വരെ. തൈര്, സ്ഥിരതയും ഭൗതിക ആത്മീയ പോഷണവും. 3-ാം പ്രഹരം രാത്രി 12:41 മുതൽ 3:50 വരെ. നെയ്യ്, തപസ്സിലൂടെയുള്ള ആന്തരിക ശക്തിയുടെ വർധനവ്. 4-ാം പ്രഹരം പുലർച്ചെ 3:50 മുതൽ 6:59 വരെ. തേൻ, ആരാധനയുടെ പൂർണ്ണതയും മനഃശാന്തിയും. നിശീഥകാല പൂജ, ഏറ്റവും പ്രധാനം, രാത്രിയിലെ ഏറ്റവും പുണ്യമായ സമയമാണിത്. രാത്രി 12:16 മുതൽ 1:06 വരെ. ഈ സമയത്ത് നടത്തുന്ന പഞ്ചാമൃത അഭിഷേകം, പാൽ, തൈര്, നെയ്യ്, തേൻ, ജലം സകല പാപദോഷങ്ങളും നീക്കി അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. ഭക്തർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മന്ത്രജപം, പൂജാവേളയിൽ ഓം നമഃശിവായ എന്ന മൂലമന്ത്രം നിരന്തരം ജപിക്കുക. സമർപ്പണം, കൂവളത്തില അല്ലെങ്കിൽ ബിൽവപത്രം സമർപ്പിക്കുന്നത് ശിവന് ഏറ്റവും പ്രിയങ്കരമാണ്. ഉപവാസം, രാത്രി മുഴുവൻ ഉറക്കമിളച്ച ശിവചിന്തയിൽ മുഴുകുന്നത് അഥവാ ജാഗരണം മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വ്രതം അവസാനിപ്പിക്കൽ, പിറ്റേന്ന് രാവിലെ സ്നാനത്തിന് ശേഷം ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതം പൂർത്തിയാക്കാം. സാധിക്കുമെങ്കിൽ അന്നദാനം നടത്തുന്നത് ഉത്തമമാണ്. ശ്രദ്ധിക്കുക, ഓരോ സ്ഥലത്തെയും കൃത്യമായ സമയക്രമത്തിന് ദൃക് പഞ്ചാംഗമോ പ്രാദേശിക കലണ്ടറോ പരിശോധിക്കുന്നത് നന്നായിരിക്കും. മഹാശിവരാത്രി വ്രതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ ശിവഭജനങ്ങളെക്കുറിച്ച് അറിയാനോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? കമന്റ് ചെയ്യൂ. ഹര ഹര മഹാദേവ്.